അവിടെയും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, എപ്പോഴും MCQ ക്വസ്റ്റ്യൻസിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ചോദ്യങ്ങൾ. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. അപ്പോ HSA മാത്തമാറ്റിക്സ് ഇനി പരീക്ഷ വളരെ കുറവ് ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളതല്ലേ. ഇപ്പൊ എന്തായാലും വെക്കേഷൻ കാലഘട്ടമാണ്. പല ആൾക്കാരും ഡെയിലി വേജസ് ആയിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കാം, കുറെ പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. സോ നിങ്ങളൊക്കെ HSA പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടും ഉണ്ടാവും. പക്ഷെ കൃത്യമായൊരു പഠനം അത് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവില്ല അല്ലെ. പിന്നെ വിചാരിക്കുന്നത് എന്താണ്, ഇനി ഞാൻ തുടങ്ങിയാൽ എനിക്ക് കിട്ടുമോ, ഇനിയിപ്പോ ഞാൻ പഠിച്ചു തുടങ്ങിയാലും എത്ര എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും. സിലബസ് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു സിലബസ് ആണ് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുന്നത് അല്ലെ. 20 മാർക്കിന്റെ പാർട്ട് എയും 80 മാർക്കിന്റെ പാർട്ട് ബിയും. ഇതൊക്കെ എന്നെ കൊണ്ട് ഈ ഒരു 2 മാസം ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് പീരീഡിൽ പഠിക്കാനായിട്ട് കഴിയോ വേണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങളെ കൊണ്ടും ഉറപ്പായിട്ടും ഈ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 4 മുതൽ 5 വരെ മണിക്കൂർ നിങ്ങൾക്ക് രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഉറപ്പായിട്ടും പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പോ ഇന്ന് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത്, നമുക്ക് ഈ HSA മാത്തമാറ്റിക്സ് എക്സാം വളരെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം പഠിച്ച് സ്മാർട്ടായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണം. നിങ്ങൾ വിചാരിക്കണം ഇത്രയും സമയം എനിക്ക് ഓരോ ദിവസവും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ആണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ പറയാം. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചോദ്യം വരാറുള്ള ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കുകൾ നമ്മൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. പക്ഷേ ആ ടോപ്പിക്കുകൾ നമ്മളെ കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നതും കൂടെ ആയിരിക്കണം. അങ്ങനെയുള്ള ടോപ്പിക്ക് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു 80 മാർക്കിന്റെ സബ്ജക്റ്റ് പാർട്ടാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സബ്ജക്റ്റ് പാർട്ടിനകത്ത് നമ്മുടെ മാത്തമാറ്റിക്സ് പോർഷനും വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷനും വരുന്നുണ്ട്. ഇതിനെ നമുക്ക് 2 ആക്കി ഡിവൈഡ് ചെയ്യാം. ഇനി മറ്റൊരെണ്ണം പാർട്ട് A ആണ്. പാർട്ട് Aക്കകത്ത് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ്, പെഡഗോജി, ടീച്ചിങ് മെത്തഡോളജി ഒക്കെയാണ് വരുന്നത്. ആ ഒരു ഭാഗം അങ്ങനെ 3 സെക്ഷൻ ആക്കി നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഓരോ ദിവസവും ഈ 3 സെക്ഷനും പഠിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ നമ്മുടെ സബ്ജക്ട് പോർഷൻ ആയിട്ടുള്ള മാത്തമാറ്റിക്സിലെയും സ്റ്റാറ്റിസ്റ്റിക്സിലെയും പ്രധാന ടോപ്പിക്കും ആ ടോപ്പിക്കുകൾ എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളതുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഇവിടെ ഞാൻ ഈ ആദ്യം എഴുതിയിട്ടുള്ളത് സെറ്റ് തിയറി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സെറ്റ് നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സെറ്റ്. പക്ഷെ നമ്മൾ കുറച്ച് നാളായിട്ടായിരിക്കും അല്ലെ, ചിലപ്പോൾ ഒരു 10 വർഷം മുൻപൊക്കെ ആയിരിക്കും പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ, ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞതും PG കഴിഞ്ഞതൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും ഇപ്പോഴും ആയിട്ട്. പിന്നെ സ്കൂൾ പഠിപ്പിക്കുന്നവരാണെങ്കിൽ സ്കൂൾ ടോപ്പിക്കിൽ മാത്രമേ ഒരു ടച്ച് ഉണ്ടാവുള്ളൂ അല്ലെ. നമുക്ക് ഹയർ ലെവലായിട്ടുള്ള +1 +2 ടോപ്പിക്കും ഡിഗ്രി ടോപ്പിക്കും ഒന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഇപ്പൊ ഓർമ്മയുണ്ടാവില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കുകളെ മാത്രം കറക്റ്റ് ആയിട്ട് +1 +2 ഡിഗ്രി ആ ഒരു 3 സ്റ്റേജ് ആക്കി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ ഒഴിവാക്കാൻ പാടാത്തൊരു ടോപ്പിക്കാണ് സെറ്റ്. കാരണം നമുക്ക് സെറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ കാര്യങ്ങളെ വീണ്ടും ഓർത്തെടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്തെ ഈ സെറ്റ് തിയറി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്റർ ആണ്. അവിടെ നിന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക. സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തു വെച്ച് അതിലെ എന്തൊക്കെയാണ് ടോപ്പിക്കുകൾ, ഇപ്പൊ സബ്സെറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ.
എല്ലാം നമ്മൾ മനസ്സിലാക്കുക, ടോപ്പിക്കുകളൊക്കെ വിശദമായി മനസ്സിലാക്കുക, അതിനകത്തെ എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തു നോക്കുക. അതേപോലെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും അവസാനം വരുന്ന മിസലേനിയസ് പ്രോബ്ലംസ് ചെയ്തു നോക്കുക. അത് മാത്രമല്ല, നമുക്കിന്ന് ഒരുപാട് മീഡിയാസ് അവൈലബിൾ ആണ്, ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അവിടെ നിന്നൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിനകത്ത് സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ലഭ്യമായിരിക്കും. ആ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കി അറിയാത്തത് പഠിച്ചെടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ ടോപ്പിക്കും കൊണ്ടുപോകേണ്ടത്. ഓരോ ടോപ്പിക്കിനും ഓരോ ദിവസം ഓരോ മണിക്കൂർ വീതം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഡെയിലി നമ്മൾ ആ ടോപ്പിക്ക് നോക്കി പോവുകയും അതേപോലെ തന്നെ അതൊരു റിവിഷനായി മാറുകയും ചെയ്യും. കാരണം നമ്മുടെ മുന്നിലുള്ളത് വളരെ ചുരുങ്ങിയ സമയമാണ് അല്ലേ. അപ്പോൾ സെറ്റ് തിയറി നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ സെറ്റിനോട് കൂട്ടിച്ചേർത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ് റിലേഷൻ ആൻഡ് ഫങ്ഷൻ. ഈ റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മളുടെ തൊട്ട് 2020 കഴിഞ്ഞ ആ ഒരു പരീക്ഷ, അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, അതിന് മുൻപ് കഴിഞ്ഞ HSA എക്സാം, അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതല്ലാതെ കേരള PSC നടക്കുന്ന കുറേയേറെ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകളിൽ, ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ലെക്ചറർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്ന ഒരു പരീക്ഷ അല്ലെ, PSC നടത്തുന്ന പരീക്ഷയിൽ അവരുടെ മാത്തമാറ്റിക്സ് പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കി മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ +1 ചാപ്റ്റർ പഠിക്കുക, അതിനുശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു വായനയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ടൊന്ന് നോക്കി. കാരണം നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയല്ലേ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവും. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ റിലേഷൻ ആൻഡ് ഫങ്ഷൻ. അപ്പൊ അതിന് രണ്ടിനെയും ഒരുമിച്ച് തന്നെ നമുക്ക് കൂട്ടാം, ഒരുമിച്ച് തന്നെ പഠിച്ചു കൊണ്ടുപോകാം. പിന്നെ ഉള്ളതാണ് മെട്രിസസ്. മെട്രിസസിനകത്ത് നമുക്ക് എന്താണ്, ഈ +1 +2 മെട്രിസസ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് അതിന് ഒരുമിച്ച് തന്നെ നമുക്ക് പഠിക്കാം. അത് മാത്രം പോരാ, അവിടെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറംസ് ഒക്കെ വരുന്നുണ്ട്. റാങ്ക് കണ്ടുപിടിക്കാൻ, എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, അതുപോലെ കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഒരു തവണ അല്ലെങ്കിൽ 1-2 പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അടിപൊളിയാക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ആ രീതിക്ക് മെട്രിസസും വളരെ ഈസി ആയിട്ട് പഠിക്കാം. അതുകൊണ്ട് ആ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. സോ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ +2 ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്തും കൂടെ ചെയ്യണം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കും, നമ്മൾ കൂടുതൽ പുതിയ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെയാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് ദെൻ നമ്പർ തിയറി എന്ന് വളരെ ചുരുങ്ങിയ ക്വസ്റ്റ്യൻസാ വരിക, പക്ഷെ നമുക്ക് എഴുതാൻ കിട്ടും. നമ്പർ തിയറിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ചെറിയൊരു ടോപ്പിക്കാണത്. ദെൻ ട്രിഗ്നോമെട്രി ഒരു വാസ്റ്റ് ഏരിയ ആണ്. പക്ഷെ ട്രിഗ്നോമെട്രി അറിയുന്ന ആൾക്കാർക്ക്, വളരെ സിമ്പിൾ ആയിട്ട് ഐഡന്റിറ്റീസ് ഒക്കെ കൃത്യമായി അറിയുന്ന ആൾക്കാർക്ക് പറ്റും. സോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ട്രിഗ്നോമെട്രി മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആവശ്യമുള്ളവർക്ക് ഓക്കെ, അതല്ലാത്തവർക്ക് അത്യാവശ്യം ട്രിഗ്നോമെട്രിയെ കുറിച്ച് ഒരു ധാരണയുള്ള ആൾക്കാർ OMR അതായത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക. പിന്നീട് വരുന്നതാണ് സീക്വൻസ് ആൻഡ് സീരീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസ് അല്ലേ. അപ്പോൾ അതും നമുക്ക് ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ചെടുക്കാം. ദെൻ കോണിക് സെക്ഷൻ, എലിപ്സ്, പരബോള, ഹൈപ്പബോള, അവിടെ നിന്നൊക്കെ ഈ എക്സെൻട്രിസിറ്റി, ഫോഴ്സ് ഒക്കെ കാണാനായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതിപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഫോർമുല അതിനകത്ത് ടേബിളിലാക്കി വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമുലകൾ കൃത്യമായി പഠിച്ചെടുക്കുക, പിന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ കോണിക് സെക്ഷനും ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ കോണിക് സെക്ഷനൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. ദെൻ വരുന്നത്
അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങള് നമുക്ക് ഒരു വിധത്തിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു മനസ്സുണ്ടായാൽ മതി, നിങ്ങൾ അതിന് ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഇനി നമ്മൾ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്കാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് ഉണ്ട്. നമുക്ക് യൂട്യൂബ് നോക്കിയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സംശയം ഉണ്ടെങ്കിൽ അത് നോക്കി പഠിക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾക്ക് എൻട്രിയിൽ തന്നെ നമ്മുടെ ഒരു വെക്കേഷൻ ബാച്ച് അല്ലെ, അതായത് ഈ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിപ്പിച്ചു തരികയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് അന്വേഷിച്ച് പോകേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ ഒക്കെ ക്ലാസ് ലഭ്യമാകും അല്ലെ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, വെക്ടർ ആൾജിബ്ര, വെക്ടേഴ്സ് എന്നും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. സോ നിങ്ങൾ ബേസ് ആയിട്ട് ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ മതി. പിന്നീട് ഇന്റഗ്രൽസ് ആണ്. ഈ ഇന്റഗ്രൽസിനകത്ത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അതും നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതിപ്പോ നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് എല്ലാ ടോപ്പിക്കും ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ ഇതിലില്ലാത്ത ഒരുപാട് ടോപ്പിക്കുകൾ നമ്മുടെ സിലബസിനകത്തുണ്ട്. അപ്പോൾ മിനിമം നിങ്ങൾ ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഈ ടോപ്പിക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. പിന്നെ അവിടെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, ലിമിറ്റ്സ് ആണ്. റിയൽ അനാലിസിസിൽ നിന്ന് നമ്മൾ ജസ്റ്റ് കുറച്ച് റിയൽ അനാലിസിസ് പഠിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം നമുക്ക് എങ്ങനെയാണ് കൺവേർജൻസ്, എങ്ങനെയാണ് ഡൈവേർജൻസ് ഓഫ് എ സീരീസ് ഒക്കെ പറയുക, അങ്ങനെയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രം എടുത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. ഓക്കെ, റിയൽ അനാലിസിസ് എനിക്ക് നന്നായിട്ട് പഠിക്കണം, റിയൽ അനാലിസിസ് എനിക്ക് ആദ്യം മുതൽ കൃത്യമായി അറിഞ്ഞിരിക്കണം എന്ന് വിചാരിക്കാതെ ആ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വരാം, എന്തൊക്കെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതെങ്ങനെയാ ചെയ്യുക എന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ലിമിറ്റ്സും അതുപോലെ തന്നെ ലിമിറ്റ്സിലും എപ്പോഴും ചോദിച്ചു വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അതെല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ മതി. സോ ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് മാത്തമാറ്റിക്സിന്റെ ഏരിയയിൽ നിന്ന് പഠിക്കാം. ഈ എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷെ ഇതിന്റെ കുറച്ച് ഹയർ ലെവലൊക്കെ നമുക്ക് കുറച്ചുകൂടെ പോകേണ്ടി വരും. ആദ്യം നിങ്ങൾ ആ ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടോപ്പിക്കുകൾ വരുന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മാക്സിമം MCQs ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധം പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാകും മാത്തമാറ്റിക്സിന്റെ ഭാഗത്ത് നിന്ന്. ഇനി ഇതേപോലെ നമുക്കറിയാം, ഒരു 35 മുതൽ 40 ചോദ്യങ്ങൾ നമുക്ക് വരുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നാണ്. 3 മൊഡ്യൂൾസ് ആണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാനായിട്ടുള്ളത്. അതിനെയും നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാം. അവിടെ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, എന്താണ് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, അവരുടെ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ പറയുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷനിൽ ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഒരുപാട് MCQസും ഇവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 1-2 ചോദ്യങ്ങൾ തന്നെ ഈ ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, കോട്ടൈൽ ഡീവിയേഷൻ എന്നിവയെല്ലാം പഠിക്കുന്നത്. അതിൻ്റെ എല്ലാം ഫോർമുലകൾ മനസ്സിലാക്കി വെച്ചാൽ പിന്നെ കാൽക്കുലേഷന്റെ കാര്യം മാത്രമല്ലേ വരുന്നുള്ളൂ. അതേപോലെ ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് അല്ലെ, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, കുറെ ടേബിൾസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. അതിന്റെ ചില കാര്യങ്ങൾ, ചില പോയിന്റുകൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം. ഇപ്പൊ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കാലമാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, അതായത് പ്രോബ്ലംസ് മാത്രം സോൾവ് ചെയ്ത് പഠിക്കാതെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തും കൂടെ പഠിക്കേണ്ടതുണ്ട്. അതിന്റെ യൂസസ്, അങ്ങനെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പഠിക്കണം. അപ്പൊ അതും കൂടെ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ.
പ്രോബ്ലം മാത്രം പഠിച്ചാൽ പോരാ. അങ്ങനെയും ചിലപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ഓപ്ഷൻ ബി 1ഉം 3ഉം ശരി, ആ രീതിയിലുള്ള ചോദ്യം നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ HSA മാത്തമാറ്റിക്സിന് അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ സബ്ജക്ട് ഏരിയയിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ പാർട്ട് എയിൽ അത്തരത്തിൽ ചേരുംപടി ചേർക്കുക, ഇങ്ങനെ 1ഉം 2ഉം ശരി എന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. സോ ഈ ഒരു എക്സാമിന് നമുക്ക് ഒരു പക്ഷേ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷനിൽ മാത്സിന്റെ പോർഷനിൽ ഒക്കെ അങ്ങനത്തെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിയിരിക്കണം. അപ്പൊ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും ഏകദേശം ആ ഒരു 6ാമത്തെ മൊഡ്യൂള് അവിടെ കഴിയുന്നു. പിന്നീട് 6ാമത്തെ മൊഡ്യൂൾ തന്നെ ഉള്ളതാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിക്കകത്ത് നമ്മൾ പ്രോബബിലിറ്റി എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, എപ്പോഴും MCQ ക്വസ്റ്റ്യൻസിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ചോദ്യങ്ങൾ, ഇപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ നമ്മുടെ ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അവിടുത്തെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പ്രോബബിലിറ്റി. അപ്പൊ തീർച്ചയായിട്ടും പ്രോബബിലിറ്റി പഠിക്കണം, മിസ് ചെയ്യരുത്. ദെൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു ഭാഗം. അപ്പോൾ അതെല്ലാം ഒന്ന് പഠിച്ചു പോവുക. ദെൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ദെൻ ഏറ്റവും അവസാനത്തെ മൊഡ്യൂളിലാണ് സാമ്പിളിങ്ങും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 തവണ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ എക്സാമിനൊക്കെ ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ ഒരു സാമ്പിളിങ്ങിലും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലും ഒക്കെ ഉള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒരു 5 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, പഠിക്കാൻ ഒരു മനസ്സുണ്ടോ, ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കൊരു ഇടമുണ്ട് അല്ലെ. അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം നന്നായി തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് ഒരുപാടുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാ പഠിക്കുക എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ വൺസ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ തീരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയൊക്കെ ഒരു സെപ്പറേറ്റ് പേപ്പറിലാക്കി ഡെയിലി വായിച്ച് പഠിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്കറിയാം, മറ്റുള്ള ഇപ്പോൾ ജനറൽ PSC എക്സാമിനെ പോലെ അത്രയും കോമ്പറ്റീഷൻ നമുക്ക് ഈ ഒരു HSA എക്സാമിന് കാണാൻ കഴിയില്ല. കാരണം ഡിഗ്രിയും BEdും ഉള്ള ആൾക്കാർ മാത്രമല്ലേ ഇത് എഴുതുള്ളൂ. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നല്ലൊരു റാങ്കിലെത്തി ഉടനെ തന്നെ നിങ്ങൾക്കൊരു സർക്കാർ സർവീസിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ ഇതൊക്കെ ഒരു ഹോട്ട് ടോപ്പിക് എന്ന് നമുക്ക് പറയാം. ഇതെല്ലാം കൃത്യമായി എഴുതിയെടുത്ത് ഒരു അടിപൊളി ടൈം ടേബിളും ഇട്ട് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് എൻട്രിയിൽ നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷൻ ബാച്ച് ഉണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്യുന്നവർക്കും സമയക്കുറവ് കാരണം പഠിക്കാൻ കഴിയാത്തവർക്കും അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ ബുക്ക് പോലും തുറക്കാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ബാച്ച്. സോ നിങ്ങളുടെ സൗകര്യപ്രദമായി നിങ്ങളുടെ സമയത്തിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ് നോക്കി വേണ്ട ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കൃത്യമായ രീതിയിൽ പഠിച്ച് റിവിഷനും കൂടെ ചെയ്ത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ മുന്നിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.